ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓൾറെഡി പെപ്ലോൺ ടോപ്പിൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നു. അതിൻ്റെ ഫുൾ വീഡിയോ ആണ് കേട്ടോ ഇത്. ഫ്രണ്ട് യോക്കാണ് ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡർ ലെങ്ത്ത് 6.75, ആം ഹോൾ ഓൾസോ 6.75 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. ചെസ്റ്റ് വിട്ട് എടുക്കുന്നത് 9 ഇഞ്ചസ് ആണ്. 2 ഇഞ്ചസ് സീം അലവൻസും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി ആം ഹോളിൻ്റെ കർവിന് വേണ്ടി ഒരു 1.5 ഇഞ്ച് പോലെ മാർക്ക് ചെയ്തിട്ട് കർവായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് ആം ഹോൾ നമ്മൾ കുഴിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് യോക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 14 ഇഞ്ചസ് ആണ്. സീം എലമെൻറ്റ്സ് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ്, ഷോൾഡറിൻ്റെ അവിടുത്തെ സീം എലമെൻറ്റ്സും താഴെ പ്ലീറ്റ് ഇടാനുള്ള സീം എലമെൻറ്റ്സും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് 14 ഇഞ്ചസ് എടുക്കുന്നത്. ഇനി ഫ്രണ്ട് പോർഷൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് മറ്റേ കോർണറിലേക്ക് ഇതുപോലെ ചെരിച്ച് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഒരു വി ഷേപ്പിൽ സെൻറ്ററിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആലിയ കട്ട് മോഡലിലൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരു 2-2.5 ഇഞ്ചസ് സെൻറ്ററിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നല്ല ആലിയ കട്ട് മോഡൽ കിട്ടും. ഇനി മാർക്ക് ചെയ്തേ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഫ്രണ്ട് പോർഷന് വേണ്ടി കട്ട് ചെയ്ത പോലെ ചെരിച്ച് കട്ട് ചെയ്യേണ്ട, ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ താഴെ കട്ട് ചെയ്തെടുത്താൽ മതി. ഞാൻ ജസ്റ്റ് അതുപോലെ വരച്ചെടുത്തിട്ട് ബാക്ക് പോർഷനുള്ളത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫ്രണ്ടും ബാക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലീറ്റ്സിനുള്ളത് കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റിന് ബാക്ക് പോർഷനുള്ള പ്ലീറ്റ്സ് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ എടുക്കുന്ന ലെങ്ത്ത് എടുക്കുന്നത് ഒരു 14 ഇഞ്ചസ് ആണ്. അതുപോലെ സീം എലമെൻറ്റ്സ് കൂട്ടിയിട്ടാണ് ഈ 14 ഇഞ്ചസ് എടുക്കുന്നത്. പിന്നെ വിഡ്ത്ത് എടുക്കുന്നത് ഒരു 22 ഇഞ്ചസ്, അതായത് മാക്സിമം ഈ ക്ലോത്തിൻ്റെ വിഡ്ത്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഫ്രണ്ട് പ്ലീറ്റ് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഫ്രണ്ട് യോക്ക് ഇതുപോലെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ആ ഷേപ്പിൽ ഇതുപോലെ വരച്ചെടുത്തു. എന്നിട്ട് ആ കോർണറിൽ നിന്നാണ് 14 ഇഞ്ചസ് എടുക്കുന്നത്. എന്നിട്ട് ഇപ്പുറത്തെ സെൻറ്ററിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് 14 ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ആ വരച്ച ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വിരിച്ചിടുമ്പോൾ നമുക്കിങ്ങനെ ഒരു വി ഷേപ്പിൽ ആ പ്ലീറ്റ്സിൻ്റെ ഭാഗം കിട്ടും. ഇനി ഞാൻ ലൈനിങ് യോക്കിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ടിനും ബാക്കിനും ലൈനിങ് കട്ട് ചെയ്തെടുക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. അപ്പം വിഡ്ത്ത് എടുക്കുന്നത് 3.25 ഇഞ്ചസും ലെങ്ത്ത് എടുക്കുന്നത് 6 ഇഞ്ചസുമാണ്. എന്നിട്ടൊരു വി ഷേപ്പ് വരച്ചു കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഇതുപോലൊരു കർവും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് നല്ലൊരു വി ഷേപ്പിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ജസ്റ്റ് ആ വരച്ച മാർക്കിലൂടെ കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് ഇതുപോലെ തന്നെ 3.25 ഇഞ്ചസ് വിഡ്ത്തും 3 ഇഞ്ചസാണ് ലെങ്ത്ത് കൊടുക്കുന്നത്. എന്നിട്ട് സ്ക്വയർ ഷേപ്പിൽ ഇതുപോലെ വരച്ചെടുത്തു. എന്നിട്ട് റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ റൗണ്ട് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് കട്ട് ചെയ്യുന്നത് സ്ലീവ്സ് ആണ്. സ്ലീവ്സിന് വേണ്ടി ഞാൻ റഫിൾ സ്ലീവ്സ് ആണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു വീതിയുള്ള ഒരു തുണി എടുത്തു. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ നടുക്കുന്ന ഇതുപോലെ മടക്കിയിട്ടിട്ട് വിഡ്ത്ത് വൈസ് ഇതുപോലെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എടുക്കുന്ന ലെങ്ത്ത് 4 ഇഞ്ചസ് ആണ്. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഷേപ്പിൽ കൂടെ കട്ട് ചെയ്തെടുക്കുക. വേറെ പ്രത്യേകിച്ച് ലെങ്ത്തും ഇതൊന്നും റഫിൾ സ്ലീവ്സ് ചെയ്യുമ്പോൾ ചെയ്യാനില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. നെക്സ്റ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ലൈനിങ് വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് ഇതുപോലെ കട്ടിങ്സ് കൊടുത്തതിന് ശേഷം തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്ക് നെക്ക് ഇതുപോലെ ലൈനിങ് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. ദെൻ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഷോൾഡർ ഇതുപോലെ അടിച്ചെടുത്തു. എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ സ്ലീവ്സ് ആണ് അറ്റാച്ച് ചെയ്യുന്നത്. സ്ലീവ്സിൻ്റെ ഒരു എൻഡ് ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് ഞാൻ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ടിട്ടാണ് സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് യോക്കിൻ്റെ താഴേക്കുള്ള പ്ലീറ്റ്സ് ഇടണം. അപ്പോൾ അതിന് വേണ്ടി പ്ലീറ്റ്സ് ഇടാനുള്ള ക്ലോത്തിൽ ഇതുപോലെ ഒരു ലോങ് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ആ നൂലിൽ പിടിച്ച് വലിച്ചിട്ടാണ് പ്ലീറ്റ്സ് ഇടുന്നത്. ഇതുപോലെ നൂല് പൊട്ടാതെ ഇതുപോലെ വലിച്ചാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ പ്ലീറ്റ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി യോക്കിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് ഇതുപോലെ പ്ലീറ്റ്സ് വെച്ചിട്ട് ഇതുപോലെ 2 വശത്തേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
അങ്ങനെ ഫ്രണ്ട് ആൻഡ് ബാക്കിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ജസ്റ്റ് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, പിന്നെ താഴെ ഭാഗം രണ്ടായിട്ട് മടക്കി അടിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.